ഹലോ, എല്ലാവർക്കും LLB ജംഗ്ഷന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റെപ്രസെൻറ്റേറ്റീവ് സ്യൂട്ട് അണ്ടർ സിവിൽ പ്രൊസീജിയർ കോഡ് 1908 പറ്റിയിട്ടാണ്. അപ്പോൾ നമുക്ക് വൈകിക്കാണ്ട് ടോപ്പിക്കിലോട്ട് പോവാം. ഓർഡർ 1 റൂൾ 8 ഓഫ് CPCയുടെ അണ്ടറിലാണ് റെപ്രസെൻറ്റേറ്റീവ് സ്യൂട്ടിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ളത്. A representative suit is a suit that is filed by one or more persons on behalf of themselves and others having same interest in the suit. ഒരു പെർട്ടിക്കുലർ സ്യൂട്ടിൽ ഒന്നോ അതിൽ കൂടുതലോ ആൾക്കാർക്ക് സെയിം ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അതല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് ഒരു പെർട്ടിക്കുലർ സ്യൂട്ടിൽ സെയിം ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് വിചാരിക്കുക. സോ ആ സെയിം ഇൻട്രസ്റ്റ് ഉള്ള എല്ലാ ആൾക്കാരെയും പ്രതിനിധീകരിച്ചുകൊണ്ട് ഒന്നോ അതിൽ കൂടുതലോ ആൾക്കാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സ്യൂട്ടിനെ പറയുന്ന പേരാണ് റെപ്രസെൻറ്റേറ്റീവ് സ്യൂട്ട്. സോ സിംപ്ലി സെയിം ഇൻട്രസ്റ്റ് ഉള്ള, അതായത് ഒരു പെർട്ടിക്കുലർ സ്യൂട്ടിൽ സെയിം ഇൻട്രസ്റ്റ് ഉള്ള എല്ലാ ആൾക്കാരെയും റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഒന്നോ അതിൽ കൂടുതലോ ആൾക്കാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സ്യൂട്ടിന് പറയുന്ന പേരാണ് റെപ്രസെൻറ്റേറ്റീവ് സ്യൂട്ട്. ഇനി നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ഒബ്ജക്റ്റ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ് സ്യൂട്ട് ആണ്. ഈ റെപ്രസെൻറ്റേറ്റീവ് സ്യൂട്ടിന്റെ ഒബ്ജക്റ്റ് എന്താണെന്ന് വെച്ചാൽ കൺവീനിയൻസ്, അതായത് ഈ സ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് കൺവീനിയൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഒരു പെർട്ടിക്കുലർ സ്യൂട്ടിൽ ഒരുപാട് ആൾക്കാരുണ്ട്, അതായത് സെയിം ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ അവരെല്ലാവരും ഈ കോടതിയിൽ പോയിട്ട് ഈ ഒരു സ്യൂട്ടിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അതൊരു ബുദ്ധിമുട്ടായിരിക്കും. അതായത് ആ പാർട്ടീസിന് അതൊരു ബുദ്ധിമുട്ടാവും, അതുപോലെ തന്നെ അത് കോടതിക്കും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. സോ കുറച്ച് ആൾക്കാരെ മാത്രം, അതായത് ആ സെയിം ഇൻട്രസ്റ്റ് ഉള്ള കുറച്ച് ആൾക്കാരെ മാത്രം റെപ്രസെൻറ്റേറ്റ് ചെയ്യാൻ അലോ ചെയ്യുന്നതോട് കൂടിയിട്ട് ഇവിടെ കൺവീനിയൻസ് ആണ് പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. സോ ഒബ്ജക്റ്റ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ് സ്യൂട്ട് എന്ന് പറയുന്നത് കൺവീനിയൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ജനറൽ റൂൾ എന്താണെന്ന് വെച്ചാൽ ഒരു പെർട്ടിക്കുലർ സ്യൂട്ടിൽ സെയിം ഇൻട്രസ്റ്റ് ഉള്ള എല്ലാ പേഴ്സൺസും പാർട്ടീസ് ടു ദ സ്യൂട്ട് ആയിട്ട് ജോയിൻ ചെയ്തിട്ട് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു റെപ്രസെൻറ്റേറ്റീവ് സ്യൂട്ടിനെ പറ്റി പ്രതിപാദിക്കുന്ന ഓർഡറും റൂളും ഒക്കെ ഈ ജനറൽ റൂളിന്റെ എക്സെപ്ഷൻ ആയിട്ടാണ് കണക്കാക്കുന്നത്. ഇനി നമ്മൾ കണ്ടീഷൻസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ് സ്യൂട്ട് ആണ് നോക്കാൻ പോകുന്നത്. റൂൾ 8ന്റെ അണ്ടറിൽ 4 ബേസിക് കണ്ടീഷൻസിനെ പറ്റിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് പാർട്ടീസ് ആർ ന്യൂമറസ്. അതായത് ഒരു റെപ്രസെൻറ്റേറ്റീവ് സ്യൂട്ട് ഫയൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ ഒരുപാട് ഇൻട്രസ്റ്റഡ് പാർട്ടീസ് ഇൻവോൾവ് ചെയ്തിട്ട് ഉണ്ടായിരിക്കണം. അതായത് ആ സ്യൂട്ടിന്റെ മുകളിൽ സെയിം ഇൻട്രസ്റ്റ് ഉള്ള ഒരുപാട്, അതായത് നമ്പർ ഓഫ് പേഴ്സൺസ് ഉണ്ടായിരിക്കണം. അതാണ് ആദ്യത്തെ എസെൻഷ്യൽ കണ്ടീഷൻ. രണ്ടാമതായിട്ട് പറയുന്നത് സെയിം ഇൻട്രസ്റ്റ് ഓർ കമ്മ്യൂണിറ്റി ഓഫ് ഇൻട്രസ്റ്റ്. അതായത് ഒരു റെപ്രസെൻറ്റേറ്റീവ് സ്യൂട്ട് മെയിൻറ്റെയിനബിൾ ആവണം എന്നുണ്ടെങ്കിൽ അതിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടായിരിക്കേണ്ടത് സെയിം ഇൻട്രസ്റ്റ് ആയിരിക്കണം. അതായത് ഒരുപാട് പേഴ്സൺസിന് ഉണ്ടായിരിക്കുന്ന സെയിം ഇൻട്രസ്റ്റ്, അതായത് എല്ലാവർക്കും ഒരേപോലെയുള്ള ഇൻട്രസ്റ്റ് ആയിരിക്കണം അതിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടായിരിക്കേണ്ടത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പെർട്ടിക്കുലർ റെമഡി, അതല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഗ്രീവൻസ് ആണ് അതിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ആ സ്യൂട്ടിൽ ഇൻവോൾവ് ചെയ്തിട്ട് ഉള്ള എല്ലാ പാർട്ടീസും, ആ സ്യൂട്ടിൽ ഇൻട്രസ്റ്റഡ് പാർട്ടീസിന് എല്ലാവർക്കും ഈ സെയിം ഗ്രീവൻസ് ആയിരിക്കണം ഉണ്ടാവേണ്ടത്. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് നെസസറി പെർമിഷൻ ഓഫ് ദ കോർട്ട് ഹാസ് ബീൻ ഒബ്റ്റെയിൻഡ്. ഇതിന്റെ അണ്ടറിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് വെച്ചാൽ നമ്മൾ ഒരു റെപ്രസെൻറ്റേറ്റീവ് സ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് മുൻപ് കോടതിയുടെ പെർമിഷൻ ലഭിച്ചിട്ട് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ കോർട്ടിന്റെ പെർമിഷൻ ഇല്ലാണ്ടെയാണ് ഒരു റെപ്രസെൻറ്റേറ്റീവ് സ്യൂട്ട് ഫയൽ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ ഒരു റെപ്രസെൻറ്റേറ്റീവ് സ്യൂട്ടായിട്ട് ട്രീറ്റ് ചെയ്യില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സ്യൂട്ട് ഫയൽ ചെയ്യുന്നതിന് മുൻപ് കോർട്ടിന്റെ പെർമിഷൻ ഒബ്റ്റെയിൻ ചെയ്തിട്ട് ഉണ്ടായിരിക്കണം. നാലാമതായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നോട്ടീസ് ടു ഓൾ ദ പേഴ്സൺസ് ഇൻട്രസ്റ്റഡ് ഇൻ ദ സ്യൂട്ട്. ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് വെച്ചാൽ ആ ഒരു പെർട്ടിക്കുലർ സ്യൂട്ടിൽ സെയിം ഇൻട്രസ്റ്റ് ഉള്ള എല്ലാ പാർട്ടീസിനും നോട്ടീസ്, അതായത് പ്രോപ്പർ നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ട് ഉണ്ടായിരിക്കണം. ഇങ്ങനെ പ്രോപ്പർ നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ട് ഇല്ലേ എന്ന്
ശ്രദ്ധിക്കേണ്ട ഉത്തരവാദിത്തം കോർട്ടിൻ്റെയാണ്. അതായത് ആ ഒരു പെർട്ടിക്കുലർ സ്യൂട്ടിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള എല്ലാ പേഴ്സൺസിനും സഫിഷ്യൻറ്റ് ഇൻഫർമേഷൻസ്, അതായത് ആവശ്യകരമായിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും നോട്ടീസ് രൂപത്തിൽ എത്തിച്ചു കൊടുക്കണം എന്നുള്ളത് കോടതിയുടെ ഉത്തരവാദിത്തമാണ്. അതുപോലെ തന്നെ അത് കോർട്ടിൻ്റെ ഉത്തരവാദിത്തമാണ്. അതായത് ഈ ഒരു പെർട്ടിക്കുലർ നോട്ടീസ് ന്യൂസ് പേപ്പറിൽ പബ്ലിഷ് ചെയ്തിട്ടില്ലേ എന്നുള്ളത്, അതായത് ഈ ഇൻട്രസ്റ്റഡ് പാർട്ടീസ് വായിക്കാനിടയുള്ള ന്യൂസ് പേപ്പറിൽ ഈ ഒരു നോട്ടീസ് പബ്ലിഷ് ചെയ്തിട്ടില്ലേ എന്ന് ശ്രദ്ധിക്കേണ്ട ഉത്തരവാദിത്വം കോർട്ടിൻ്റെതാണ്. സോ ഈ നോട്ടീസ് ടു ആൾ പേഴ്സൺസിൻ്റെ അണ്ടറിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്ന് വെച്ചാൽ ഈ കേസിനെ റിഗാർഡ് ചെയ്തിട്ടുള്ള എല്ലാ റെലവൻറ്റ് ഇൻഫർമേഷൻസും ഈ ഇൻട്രസ്റ്റഡ് പാർട്ടീസിൽ എത്തിക്കേണ്ടത് അത്യാവശ്യമാണ്. സോ അതുകൊണ്ട് തന്നെ അത് കോർട്ടിൻ്റെ ഉത്തരവാദിത്തമാണ് ഈ ഇൻട്രസ്റ്റഡ് പാർട്ടീസിന് എല്ലാവർക്കും ഈ നോട്ടീസ്, അതായത് ഈ ഒരു സ്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നോട്ടീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. അതുപോലെ തന്നെ കോർട്ടിൻ്റെ ഉത്തരവാദിത്തമാണ്, അതായത് ഈ നോട്ടീസ് ഒരു ന്യൂസ് പേപ്പറിൽ പബ്ലിഷ് ചെയ്തിട്ടില്ലേ എന്ന് എൻഷുർ ചെയ്യേണ്ടത്. അതും വെറും ന്യൂസ് പേപ്പറിൽ പബ്ലിഷ് ചെയ്താൽ മാത്രം പോരാ, ഈ ഇൻട്രസ്റ്റഡ് പാർട്ടീസ് വായിക്കാൻ സാധ്യതയുള്ള പേപ്പറിൽ തന്നെയല്ലേ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് എന്ന് നോക്കേണ്ടത്. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ റെപ്രസെൻറ്റേറ്റീവ് സ്യൂട്ട് വഴി പാസ്സാക്കിയിട്ടുള്ള ഡിഗ്രി ഒരു റെസ് ജുഡിക്കാറ്റ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ആ ഒരു പെർട്ടിക്കുലർ ഡിഗ്രി ആ സെയിം ഇൻട്രസ്റ്റ് ഉള്ള എല്ലാ പാർട്ടീസിൻ്റെ മുകളിലും ഒരുപോലെ അപ്ലിക്കബിൾ ആവും എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സോ റെപ്രസെൻറ്റേറ്റീവ് സ്യൂട്ട് വഴി പാസ്സാക്കുന്ന ഒരു ഡിഗ്രി റെസ് ജുഡിക്കാറ്റ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റഡ് പാർട്ടീസിൻ്റെ മുകളിലൊക്കെ അത് ഒരേപോലെ ബൈൻഡ് ചെയ്യുന്നതും ആണ്. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് റെപ്രസെൻറ്റേറ്റീവ് സ്യൂട്ടിനെ പറ്റിയിട്ടാണ്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എഫക്റ്റീവായി തോന്നിയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടോപ്പിക് നമ്മുടെ ഈ ചാനൽ വഴി ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെന്നെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.